ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതാ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. 11 മണിക്കാട്ടോ റൂം ചെക്കൗട്ട് ചെയ്യേണ്ടത്. 11 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാം ബാഗിൽ വാരി പെറുക്കി ഞങ്ങൾ ഒരുങ്ങലും കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ആദ്യം ഞങ്ങൾ പോണത് പൂക്കോട്ടിലേക്കാണ്. ഊട്ടിയിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോണത് കേട്ടോ. ഊട്ടിയിൽ വന്ന ആദ്യം എല്ലാവരും വിസിറ്റ് ചെയ്യുന്നത് ഊട്ടിയിലേക്ക് തന്നെയാണ്. അപ്പം ഞങ്ങളും അത് തെറ്റിച്ചില്ല, അങ്ങോട്ട് തന്നെയാണ് യാത്ര. ഇതാ കണ്ടോ, ഞാൻ കമ്മലിട്ടിട്ടില്ല. അപ്പോൾ എനിക്കിനി അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ വാങ്ങിയിടണം. ഊട്ടിയിലെ ലോക്കൽ സ്ട്രീറ്റിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഊട്ടിയിലേക്കൊക്കെ പോണത്. എന്നിട്ടും ചെറുതായിട്ടൊന്ന് തെറ്റി. അതെന്താ ഈ ഭാര്യമാർ നോക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ സ്ഥലം തെറ്റണത്? ഞങ്ങൾക്ക് അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത്, ഞങ്ങൾക്ക് ഇടത്തോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരണത് വരെ വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഊട്ടി ലേക്ക് വ്യൂ പോയിൻറ്റിൻ്റെ സ്ഥലം. അവിടെ ഒരു നല്ല ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് പാർക്കിങ്ങിൽ എൻട്രൻസിൽ തന്നെ നമുക്ക് 8 റുപ്പീസ് പാർക്കിങ്ങിന് വേണ്ടി ഫീ കൊടുക്കണം. ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇവിടെയൊക്കെ മണ്ണും ഇതൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം കല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഊട്ടി ലേക്ക് വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ശിത്ത് നല്ല സുന്ദരിയായി അണിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് സൂപ്പർ. ഇതിനുള്ളിൽ കയറാൻ പോവാണ്. കണ്ടില്ല, ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് അഡൾട്ട്സിന് 25, ചിൽഡ്രൻസ് എബോവ് 5 years. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇവിടേക്ക് ടിക്കറ്റ് വേണം. ഇപ്പോൾ 2 ടിക്കറ്റിന് നമുക്ക് 50 രൂപയാണ് ആയിട്ടുള്ളത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്ത ബോട്ട് സർവീസ് വേറെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. ഇത് സ്കാൻ ചെയ്യാനും മുകളിൽ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തരും. നമുക്ക് വൈകുന്നേരം വരെയാണ്, മധ്യാഹ്നം വരെ, വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ തോന്നുന്നു. ഓക്കെ, കയറി വരുമ്പോഴത്തേനും ഇങ്ങനെ വരും. കുറേ കുട്ടികൾ, സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം. തണുപ്പുണ്ട് കേട്ടോ നല്ലോണം. നല്ല മഴക്കാറുമുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ പോയിൻ്റാണ് ഐ ലവ് യു ഊട്ടി എന്നുള്ള എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലം. സ്കൂൾ സീസണിൽ, സ്കൂളിൻ്റെ ടൂർ സീസൺ ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നമുക്കിവിടെ പെഡൽ ബോട്ട് സർവീസിനൊക്കെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഏകദേശം 30 മിനിറ്റാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ വരുന്നത് അഞ്ഞൂറ് GST, അതിൻ്റെ ചാർജസ് 30 മിനിറ്റിന് 3 സീറ്റർ 3 ആൾക്ക് 525, 5 സീറ്റർ 5 പേർക്ക് 600 രൂപ. ഗൂഗിൾ പേ അതേപോലെ എല്ലാ ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ എടുക്കാൻ പറ്റും. ഫോൺ പേ, BHMI എല്ലാണ്ട്. പിന്നെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, സെൽഫ് വാട്ടർ റേസസ് ഹാർഡ് ടു കീപ് യുവർ ബാലൻസ് സർവീസ് പ്രൊഹിബിറ്റഡ് വൈൽ ഓൺ ബോട്ടിങ്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ ബോട്ട് മറിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് സെൽഫി വീഡിയോ ഒന്നും എടുക്കരുതെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് തരാൻ ആരെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. അതേപോലെ ഇവരോട് അങ്ങോട്ട് ചിപ്പോട്ടും പറഞ്ഞാണ് ഞാൻ എടുത്തു തരാം, എന്നിട്ട് അവരെ ഫോട്ടോ എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരുള്ള പെഡൽ ബോട്ടാണ് എടുത്തതിന് 375 ആണ്. കൗണ്ടറിന് ഇതേപോലെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, 5, 6 എന്ന് പറഞ്ഞ പോലെ. നമ്മളത് 9ആണ്. 6, 7, 8, 9. അവിടെ പെഡൽ ബോട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പെഡൽ ബോട്ട് അവിടെയാണ് നമ്മൾ കയറി വരുന്ന. ഇവിടുന്ന് ഇതേപോലെ ഒരു സീൽ ചെയ്ത് തരും, എന്നാൽ മാത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഉള്ളിലേക്ക് കയറിയിട്ട് ഇതേപോലെ 2 ബോട്ടുകളുണ്ട്. ഇതെടുത്തിട്ട് ഇവിടെ നമ്മുടെ 9 കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല തണുത്ത കാറ്റ്, സൂപ്പർ തണുപ്പ്. അതിൽ ഈ ബോട്ട് സർവീസ് ആസ്വദിക്കാം. 2 ജാക്കറ്റ് ഇടാൻ വേണ്ടി പറയാണ്. We are ready for the combat, Captain. ഇത് കിട്ടപ്പോഴേ എനിക്കൊരു പട്ടാളക്കാരനായപ്പോൾ. യെസ്, റൈറ്റ് പോകണമെങ്കിൽ ലെഫ്റ്റ് തിരിക്കണം, ലെഫ്റ്റ് പോകണമെങ്കിൽ റൈറ്റ് തിരിക്കണം. അങ്ങനെയാണ് ഈ സാധനം പോവുക. സംഭവത്തിലിതേ നിങ്ങളങ്ങനെ ചവിട്ടേണ്ടി വരും. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഇതെന്താ നമുക്ക് പിടിക്കാനുള്ള? ഇതാണ്, ഇത് പെഡലിലേക്ക് കാണിക്കും, ഇതിലേക്ക് കാണിക്കും.
ഇത് ലെഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബോട്ട് റൈറ്റിലേക്ക് പോകും. ഇത് റൈറ്റ് ഈ പെഡൽ ഇത് കാണിക്കും. ഈ പെഡൽ ഇങ്ങനെ റൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ പെഡൽ ഇവിടെ ഇത് ചവിട്ടണില്ല. ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടിച്ച് ബോട്ട് തള്ളി പോകണം. എനിക്ക് ചവിട്ടുണ്ട്. എനിക്കിത് എവിടെ ചവിട്ടുന്നത്? ഇപ്പൊ ഞാൻ ചവിട്ടുണ്ടേ. അരമണിക്കൂർ സമയമാണ് ഇതിലുള്ളത്. നമ്മള് ചവിട്ടി പൈസ കൊടുത്ത് നമ്മള് ചവിട്ടി ഉപ്പാടാണ്. അത്ര സ്പീഡിലൊന്നും ചവിട്ടണ്ട, എനർജിയോട് പോകും. പിന്നെ ഇതിങ്ങനെ മാൻ പവറിലാണ് ചവിട്ടി പോവുക. അതേപോലെ ഇവിടെ ലിവർ ഉണ്ട്. ഇതിങ്ങനെ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവളെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ ഇങ്ങോട്ട് പോകും. അതേപോലെ ഇനി വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ മെക്കാനിസം. അപാര തണുപ്പാണ് കേട്ടോ. അവിടെ തന്നെ ഓക്സിജൻ ലെവൽ വളരെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടോ അവിടെ നല്ല വ്യൂ ഉണ്ട്. അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. 375 ഉറുപ്പിയാണ് 2 പേർക്കുള്ളത്. നമ്മൾ 375 ഉറുപ്പിക കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചവിട്ടി തീർക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഒക്കെ ഒരു സുഖമാണ്. ഇവിടെ വെറുതെ കാലിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ സ്കൂൾ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വീട് കഴിഞ്ഞാല് ഇതിലിങ്ങനെ പൊന്തി കിടക്കും ഈ സാധനം ഉണ്ടായതുകൊണ്ട്. ഈ വെള്ളത്തിന് മുകളിൽ കൂടെ ഓടി വരുമായിരിക്കും. സ്പീഡ് ബോട്ടൊന്നും കാണാനില്ല. അതെ, ഇതിട്ടാ മതിയല്ലോ എപ്പോഴും. ഇത് കുറേ ആളുകളുടെ വേർപ്പും അധ്വാനവും കൂടി ചേർന്നതാണത്. വീട്ടിൽ വലിയ കഠിനാധ്വാനങ്ങൾ ചെയ്യാത്ത ആളുകൾ ഇതിൽ കയറാത്ത നല്ലത്. ആദ്യം തന്നെ ഈ ബോട്ടിൽ ഇതിൽ വന്ന് കയറരുത്. പിന്നെ ആ ദിവസം മൊത്തം ക്ഷീണമായിരിക്കും. അതെ, ഓക്കെ, ചെയ്തു നോക്കാം. ഇങ്ങനെ നിൽക്കും, ഇതാ ഇളകൂല. എവിടെ പോവാന്? എവിടെയും പോണില്ല. അയ്യോ, ബോട്ട് മുങ്ങിയേ. കപ്പല് മുങ്ങിയേ. കടലിന്റെ നടുവിലെത്തിയിട്ടാണ് ഇരിക്കണത്. തീർന്ന് ചവിട്ടടി. രാവിലെ തിന്ന ഇഡലി വടയൊക്കെ ഇപ്പൊ ദഹിച്ച്. ശരിക്കും നമ്മളവിടെ പിടിച്ചു നിർത്തുന്നത് ഇതിന്റെ തണുപ്പാട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യാത്തത് അല്ലേ, ഈ ഒരു എഫേർട്ട്. മനസ്സിലായില്ലേ? കുറച്ചെങ്കിലും നടക്കണം. ഇല്ല ഞാനല്ലോ ഊപ്പാടാണെങ്കിൽ പണ്ടാറടക്കും. ഇനിയില്ലേ കുറച്ചേരം ഞാൻ ചവിട്ടാ, നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഓട്ടെ. അമർത്തി പിടിച്ചിട്ടുണ്ടോ? ഞാൻ കാല വെച്ചിട്ടില്ല, പോയില്ല. അപ്പൊ ഇത്തിരി നേരം അതല്ല, ഇത്തിരിയൊക്കെ പോകണ്ടേ? ഇത്തിരിയൊക്കെ പോണല്ലേ? ഞാൻ പോണേ ഇത് ഞാൻ ചവിട്ടിട്ടല്ലേ? അങ്ങനെ ചിക്കണ്ടോ? അത് വെള്ളത്തിൽ കൂടെ പോണ ജീവി. നടുവിലൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് രണ്ട് ബോട്ടുകളൊക്കെ അവിടെയാണ് അല്ലേ? അവസാനം ബോട്ടിൽ നമ്മളെ വജ്രായുധം നമ്മളിവിടെ താഴെ വയ്ക്കുകയാണ്. എരിഞ്ച് നടക്കാൻ പോലും പോരാളിക്ക് സാധിക്കില്ല. ഇത് നമ്മുടെ മിക്സ്ഡ് 4 സീറ്റർ. ഇത് ഓരോ സീറ്റിനനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. 4 സീറ്റർ ഇവിടെയാണ്, 3 സീറ്റർ 2 സീറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ആരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് കയറായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വ്യൂ ചെയ്യാനൊക്കെ. ഇത് കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റിൻ്റെ സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. വ്യൂ പോയിൻ്റ് ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. കുട്ടികളുടെ റീൽസ് എടുക്കുന്നത് സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ കറങ്ങണമല്ലോ, കുട്ടികളാരും ഇല്ലല്ലോ. വെറുതെ ഇറക്കി അവർക്ക് മുതലാവും. ഇപ്പോൾ പിന്നെ ഇവിടെ ടോയ്സൊക്കെ വെക്കണ കടയുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി നമുക്ക് ഇത് ഗെയിം കളിച്ചിട്ട് നമുക്ക് ടോയ്സ് കിട്ടുന്ന കടയാന്ന് തോന്നണം. അവിടെ റീൽസ് എടുക്കുകയാണ് കുട്ടികൾ.
ഇനി നമുക്ക് ഓവറോൾ ഒരു വ്യൂ കിട്ടും ലേക്കിൻ്റെ. ഉണ്ടോ ശരിക്കും നമുക്കൊരു സാധനം മിസ്സായി. നമ്മുടെ മൗണ്ട് റെയിൽ, അതായത് ടോയ് ട്രെയിൻ വരുന്നത് അതാ ഇതിൻ്റെ അറ്റത്തിൽ അവിടെ കാണുന്ന ആയിക്കൂടെയാണ് പോവുക. വലിയ കാണുമെന്നറിയില്ല. പിന്നെ ഇത് അവിടെ നല്ലൊരു ടവറുണ്ട്. ഇത് എന്തിനാണോ അവിടേക്ക് കയറി പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് വെള്ളത്തേക്ക് ചാടാനാണോ അത് ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലല്ലേ, ഇത് ഊട്ടി ലേക്ക്. സോറി, ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല. അവിടെ ഗാർഡൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അറിയാതെ പറഞ്ഞു ഏതാ ഗാർഡൻ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ബ്രെഡ് ഗാർഡൻ അങ്ങനെ എന്തോ ആണ്. ഡോൺ മിസ് കുറേ സാധനങ്ങളുണ്ട് മുകളിൽ. നമുക്ക് ഈ ഗാർഡനൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ. ഈ ഗെയിംസ് കളിക്കുന്ന സ്ഥലമാണ്. ഗെയിംസ് കളിച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് പാവക്കുട്ടി കാണുന്നു. കുട്ടികൾക്ക് അടിപൊളിയായിരുന്നു. പാവ കിട്ടാനുള്ള കളിയാണ്. ഇതിൽ 100-ന് ഒരു ഗെയിം, അതായത് 2 ബോൾ ഇടാം. ഈ 2 ബോൾ അതിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ ഒരു പാവ കിട്ടും. പിന്നെ 300 രൂപയ്ക്ക് 4 ഗെയിം, അതായത് 8 ബോൾ കിട്ടും. 8 ബോളിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പാവ കിട്ടും. ഇവിടെ 100 രൂപ കൊടുത്തിട്ട് ക്യാഷ് കൗണ്ടറിൽ നിന്ന് 100 രൂപ കൊടുത്തിട്ട് ഒരു ഗെയിം കളിക്കാം. വെരി ഗുഡ്. സൂപ്പർ. 2 പോയി. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൾ ഇടണം അല്ലേ. നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകണം പോലത്തെ സംഭവമാണ്. അതേപോലെ സ്വീറ്റ് കോണ്, പോപ്കോണ്, ഐസ്ക്രീമൊക്കെ കിട്ടും. ഐസ്ക്രീം ചോക്കോബാർ 25 ഒരു സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഡീറ്റെയിൽഡായിട്ടൊന്നും പറയണില്ല. എന്തൊരു ഭംഗിയാണ് ഈ പൂവൊക്കെ. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൂത്തൊപ്പിക്കാരി വരും. അതാ തൊപ്പിക്കാരി അവിടെ നിൽക്കാണ്ട്. സിത്തോ എൻ്റെ തൊപ്പിയും ഈ പൂവിൻ്റെ കളറും ഒരേപോലെ. അവിടെ ഊട്ടി ചോക്ലേറ്റ്, സ്ട്രോബെറി വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, കേക്ക് വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഇത് 2 ഓരോന്ന് വാങ്ങി നോക്കാം കേട്ടോ. ഇങ്ങനെ സാധനം വരുന്നത്. അവിടെ നിന്ന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ വന്നിട്ട് ബില്ല് ചെയ്യണം കേട്ടോ. ബില്ലും കൊണ്ട് പോയാലേ കിട്ടുള്ളൂ. സ്ട്രോബെറി ചോക്ലേറ്റും പറഞ്ഞു, ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞു. ഇത് കേക്ക് ചോക്ലേറ്റ്, സ്ട്രോബെറി ചോക്ലേറ്റ്. ഇതില് ചോക്ലേറ്റ്. ഇത് ഒരു പ്രത്യേക ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്തിലാണാവോ? ഇത് പായയുടെ ഇല അല്ലേ? പായയുടെ ഇലയിലാണ് അത് തന്നിരിക്കുന്നത്. അടിപൊളി. ശരിയല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഈ ഇലയിൽ നിന്ന് കുറച്ച് ഇത് പുറത്തേക്ക് വീഴുന്നുണ്ട്, അതാ പ്രശ്നം. ഇവിടെ കുതിരയുടെ സഫാരിക്ക് ഹാഫ് റൗണ്ട് 125, ഫുൾ റൗണ്ട് 250. ഇവിടെ വില ചോദിച്ചു നോക്കും, വാങ്ങണ്ട. വില അറിയാലോ, വില വിവരം അറിയാം. ഒറ്റയടിക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങി നമുക്ക് വിവരം അറിയാലോ. അപ്പോൾ ഞങ്ങള് ഊട്ടിയിലേക്ക് പോകുന്നു. ഇനി നമ്മള് കർണാടക ഗാർഡനോ അങ്ങനെ എന്തോ അങ്ങോട്ടാണ് പോകുന്നത്. കർണാടക ഗാർഡൻ ഊട്ടി ലേക്കിന്റെ വളരെ അടുത്ത് തന്നെ ഉള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. കർണാടക ഗാർഡൻ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി കർണാടക ഗാർഡന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.